നമസ്കാരം. ധാനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണ്ടന്റ് ഒന്നിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ നെക്സ്റ്റ് വൺ പോലീസ് കോൺസ്റ്റബിൾ ആണ്. രണ്ടും 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അതിൽ GK പോർഷൻസ് മാത്രമാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, നമ്പർ 1, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻസ്: 1950 ഒന്നാം പദ്ധതി ആരംഭിച്ചു. ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസർലാൽ നന്ദ ആയിരുന്നു. ലക്ഷ്യം കാർഷിക പുരോഗതി. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏവെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവന. 1ഉം 4ഉമാണ് ഇത് തെറ്റായ പ്രസ്താവന അല്ലേ? നാലാമത്തെ ഓപ്ഷൻസ് ഏതാ വരുന്നത്? സെക്കൻഡ് പഞ്ചവത്സര പദ്ധതിയായിരുന്നു അല്ലേ? നെക്സ്റ്റ് വൺ, കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? ഇവിടെ ആൻസർ ഇല്ല. 140 ആണ് ഏകദേശം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? ആൻസർ ഏതാ വരിക? ഫത്തേപൂർ സിക്രിയാണ്. ഫത്തേപൂർ സിക്രിയാണ് മുഗളന്മാരുടെ തലസ്ഥാനം. ഫത്തേപൂർ സിക്രിയാണ് 1500 കാലയളവിൽ ആരുടെ തലസ്ഥാനം? മുഗളന്മാരുടെ തലസ്ഥാനം. ഇനി പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നു? പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്? ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇംഗ്ലണ്ടിലെ മഹത്ത വിപ്ലവം. ഇതിലേതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏതാ വരിക? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 565. നെക്സ്റ്റ് വൺ, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ വള്ളത്തോളിൻ്റെ ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഈ വരികൾ വള്ളത്തോളിൻ്റെ ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാകുന്നു? ആൻസർ ദിവാസ്വപ്നം. ഇതാണത്, ദിവാസ്വപ്നം. ദിവാസ്വപ്നമാണ് ഏത്? ഭാരതം എന്ന് കേട്ടാൽ അല്ലേ? ഭാരതം എന്ന് കേട്ടാൽ, പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഏതാണത്? ദിവാസ്വപ്നമാണത്. നെക്സ്റ്റ് വൺ, ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന നിറം. ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഏത് നിറമാണ് ഉപയോഗിക്കുക? ആൻസർ മഞ്ഞ നിറമാണ്. കൃഷിക്ക് മഞ്ഞയാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത NW1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? NW1 ദേശീയ ജലപാത NW1 എവിടെയാണ് സ്ഥിതി ചെയ്യുക? ആൻസർ ഗംഗാ നദിയിലാണ്. NW1 ഗംഗാ നദി. ദേശീയ ജലപാത NW1 ഗംഗാ നദി. നെക്സ്റ്റ് വൺ, പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഒരു സ്രോതസ് ഏതാണ്? പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഒരു സ്രോതസ്സാണ് ഏത്? ആൻസർ ഏതാണ് വരുന്നത്? സൗരോർജ്ജം. സൗരോർജ്ജമാണ് പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഒരു സ്രോതസ്സുകൾ. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ ആൽബദോ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ആൽബദോ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമിയുടെ ആൽബദോ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല. ഓക്കെ, ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് കേട്ടോ, ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഏത്? ഏതാണത്? ഗ്രാൻഡ് ബാങ്ക്സ്. ഗ്രാൻഡ് ബാങ്ക്സ് ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രം. ഗ്രാൻഡ് ബാങ്ക്സ്. ഗ്രാൻഡ് ബാങ്ക്സ്. യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം ഇതാണ്. യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? യാസ്. ഏതാണത്? ഒമാൻ. ഒമാനാണ് യാസ്. ഒമാൻ, യാസ്. ഇനി ഇന്ത്യയുടെ GST കൗൺസിലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? GST കൗൺസിലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ്. 2
കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങൾ ഉണ്ട്. ജി എസ് ടിയിലാണ് 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങൾ ഉണ്ട്. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളുണ്ട്. എവിടെയാണ്? ജി എസ് ടി കേട്ടോ, ജി എസ് ടി കൗൺസിലാണുള്ളത്. ജി എസ് ടി കൗൺസിലാണ് 33 അംഗങ്ങൾ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളത്. ഇനി ജലവിതരണം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ജലവിതരണം ഏത് സാമ്പത്തിക മേഖലയാണ് ഉൾപ്പെടുക? ഏതാണ്? ദ്വിതീയ മേഖലയാണ്. ജലവിതരണം ദ്വിതീയ മേഖല. ജലവിതരണം എവിടെ വരിക? വാട്ടർ സപ്ലൈ എവിടെ വരിക? ദ്വിതീയ മേഖലയിലാണ് വാട്ടർ സപ്ലൈ വരിക. ഇനി വന്നിട്ട് ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞത്? ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ പങ്ക് തിരിച്ചറിഞ്ഞത്? ഏതാണ്? എൻ്റെ ആൻസർ ഏതാ വരുന്നത്? 7ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റലിസം വരുന്ന എവിടെയാണ്? 7ാം പഞ്ചവത്സര പദ്ധതി അല്ലേ? മനുഷ്യ മൂലധനം, ഹ്യൂമൻ ക്യാപിറ്റലിസം, ഹ്യൂമൻ ക്യാപിറ്റൽ 7ാം പഞ്ചവത്സര പദ്ധതി. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് RIDF നിയന്ത്രിക്കുന്ന ഏത് ബാങ്കാണ്? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് റൂറൽ നിയന്ത്രിക്കുന്ന ഏത് ബാങ്കാണ്? ആൻസർ ഏതാ വരിക? നബാർഡാണ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് നബാർഡാണ്. ഇനി താഴെ പറയുന്നവയിൽ ഏത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഭാരത് നിർമ്മാൺ പദ്ധതി ഉൾപ്പെടാത്തത്? ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്. ആൻസർ ഏതാ വരിക? ഗ്രാമീണ സ്കൂളുകൾ. ഇനി ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ 11th പ്ലാനാണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് 11th പ്ലാനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് 1ഉം 1ഉം 3ഉമാണ് വരിക കേട്ടോ. ആൻസർ 1ഉം 3ഉമാണ്. അതായത് ഏതൊക്കെ വരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളത്. ഇനി ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ്. ആൻസർ ഏതാ വരിക? സുകുമാർ സെൻ ആണ് അധ്യക്ഷൻ. ആദ്യത്തെ അധ്യക്ഷൻ സുകുമാർ സെൻ. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ആൻസർ ഏതാ വരിക? സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ. സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭാംഗങ്ങൾ തിരഞ്ഞെടുക്കുക. സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് വൺ, ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത്? ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്ന അനുച്ഛേദം ഏതാണ്? അതാണ് 280. ധനകാര്യ കമ്മീഷൻ, ധനകാര്യമാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. അടുത്ത താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി മാത്രമാണ് അല്ലേ? നിർദ്ദേശ തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന എടുക്കാവുന്നതാണെന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. അടുത്തത്, പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 10% അധികമാകരുതെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 10% അധികമാകരുതെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? ഏത് ഭേദഗതിയാണത്? ആൻസർ ഏതാണ്? 91ാം ഭേദഗതിയാണ്. അടുത്തത്, 73ാം ഭരണ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തു? 23ാം ഭരണ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് കൂട്ടിച്ചേർത്തത്? ആൻസർ
11th. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A എത്ര മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A എത്ര മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു? ആൻസർ ഇതാണ്, ഓപ്ഷൻ സി ആണ്, 11. സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? 22 സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ആയിരുന്നു, ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്രയാണ്? 291 രൂപയാണ് ഇപ്പോൾ വരിക. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28 നമ്പർ ആക്ട്. 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഏത് പ്രകാരമാണ്? 2008 28 നമ്പർ ആക്ട്. 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം അല്ലേ? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഏതാണ് ആക്ട് വരിക? 2008 28 നമ്പർ ആക്ട്. 2008 28 നമ്പർ ആക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വൃക്കകളുടെ പ്രവർത്തനം ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ 1, 2, 4 ഇവയെല്ലാം ശരിയായവയാണ്. അതായത് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ റെനിൻ ആൻജിയോടെൻസിൻ സംവിധാനത്തിൻ്റെ പരിശോധനാ സംവിധാനം പ്രവർത്തിക്കുന്നു. 2, ആൻജിയോടെൻസിൻ 2 ഗ്ലോമറുലസിലെ രക്തസമ്മർദ്ദം കൂട്ടുന്നു. ബൊമാൻസ് ക്യാപ്സൂളും ഗ്ലോമറുലസും കൂടി ഉൾപ്പെടുന്നതാണ് മാൽപീജിയൻ ബോഡി എന്ന് പറയുന്നത് അല്ലേ? കിഡ്നിയുടെ സ്ട്രക്ചറൊക്കെ അതിൽ ബൊമാൻസ് ക്യാപ്സൂൾ ഇവിടെയാണ് അല്ലേ? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇതിൽ വരുന്നൊരു സംഭവമുണ്ട്. ട്യൂബുകളൊക്കെ ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്ത്? കിഡ്നി പ്രവർത്തനങ്ങൾ. ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് താഴ്ന്നിരിക്കുന്ന 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? നമുക്ക് നോക്കാം അല്ലേ? റെറ്റിനോൾ എന്ന് പറയുന്നത് ആൻറ്റി സിറോഫ്താൽമിക് വിറ്റമിനാണ്. റെറ്റിനോൾ ആൻറ്റി സിറോഫ്താൽമിക് വിറ്റമിൻ എ എന്ന് പറയുമ്പോൾ അല്ലേ? നെക്സ്റ്റ് നിയാസിൻ എന്ന് പറയുന്നത് ആൻറ്റി പെല്ലാഗ്ര വിറ്റമിനാണ്. ടോക്കോഫുറോൾ എന്ന് പറയുമ്പോൾ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിനാണ്. ഫില്ലോക്കിനോൾ എന്ന് പറയുന്നത് ആൻറ്റി ഹെമറാജിക് വിറ്റമിനാണ്. ഓക്കെ, ജീവകങ്ങളുടെ കാര്യമാണത്. നെക്സ്റ്റ് വൺ. മൾട്ടി മോഡൽ ബ്രെയിൻ ഇമാജിംഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം? മൾട്ടി മോഡൽ ബ്രെയിൻ ഇമാജിംഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണ്, ഇന്ത്യ. നെക്സ്റ്റ്, 1ഉം 2 ലിസ്റ്റുകൾ പേരുകൾ ചേരുംപടി ചേർത്ത് യോജിപ്പിക്കുക. എന്ന് പറയും പകർച്ചവ്യാധി ഏതിനോട് ചേരുന്നതായിരിക്കണം? ഇൻഫ്ലുവൻസ വൈറസാണ് പകർച്ചവ്യാധി വരിക. വസൂരി പകർച്ചവ്യാധി 4നോട്. വസൂരി എന്ന് പറയുമ്പോഴതെന്താ വരിക? വസൂരി എന്ന് പറയുമ്പോഴത് വേരിയോള വൈറസ്. മുണ്ടുനീരെന്ന് പറയുമ്പോഴത് മംസ് വൈറസ്. സിഫിലിസ് എന്ന് പറയുമ്പോഴത് ട്രിപ്പോണിമ പാലിഡം. ഇത് LDCക്ക് ശരിക്കും അഡ്വാൻസ്ഡായി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. സാധാരണ LGSനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണിത് അല്ലേ?
പകർച്ചപ്പനി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ വൈറസാണ്. വസൂരി എന്ന് പറയുമ്പോഴത് വേരിയോള വൈറസ്. മുണ്ടിനീര് വംശമക്കൾപ്പൊക്കെട്ടാം. സിഫിലിസ് എന്ന് പറയുമ്പോൾ ട്രിപ്പോണിമ പാരിഡം. സിഫിലിസ് ട്രിപ്പോണിമ പാരിഡം. സിഫിലിസ് ട്രിപ്പോണിമ പാരിഡം. ഓക്കെ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏതാണ്? ഇതിൽ 1ഉം 3ഉമാണ് ആൻസർ. സ്നേഹപൂർവ്വം, അതുപോലെ സ്നേഹസ്വാന്തനം. സ്നേഹപൂർവ്വം സ്നേഹസ്വാന്തനവും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസാണ്. 2020-21 കാലവർഷത്തിൽ അനീമിയ മുക്ത ഭാരത് ഇൻഡെക്സിൽ 1ാമതെത്തിയ സംസ്ഥാനം. അനീമിയ മുക്ത ഭാരത് എന്ന് വെച്ചാൽ അനീമിയ അല്ലേ, ബ്ലഡുമായി റിലേറ്റഡ് ആണ്, വളർച്ച അല്ലേ. അതിൻ്റെ ഇൻഡെക്സിൽ 1ാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണത്? മധ്യപ്രദേശ്. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ചന്ദ്രശേഖർ പരിധി. ചന്ദ്രശേഖർ പരിധി അല്ലേ. നീളത്തിന് യൂണിറ്റ് അല്ലാത്ത ഏതാണ്? ചന്ദ്രശേഖർ പരിധി. പ്രകാശവർഷം നീളമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ചന്ദ്രൻ്റെ അല്ലേ. പാർസക്കും അതാണ്. ചന്ദ്രശേഖർ പരിധിയാണ് അല്ലാത്തത് അല്ലേ. നെക്സ്റ്റ് വൺ, ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജ്ജം എത്രയാണ്? എത്രയാണ്? നെഗറ്റീവ് ഊർജ്ജം കേട്ടോ. നെഗറ്റീവ്. സുറോക്കോ മനാബേക്ക് വർഷത്തെ ഫിസിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ച മേഖല. അതാ GK കറണ്ട് അഫയറിൻ്റെ ആഗോളതാപനം. ഇപ്പോൾ സുറോക്കോ നോബെ എന്ന് പറയുമ്പോൾ ആഗോളതാപനത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചേക്കെന്ന് ഓർക്കുക. സുറോക്കോ മനോബ എന്ന് പറയുമ്പോൾ ആഗോളതാപനം. ഫിസിക്സിൽ ആഗോളതാപനത്തെക്കുറിച്ചാണ് പഠിക്കുക അല്ലേ. ആഗോളതാപനം എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ ഭൂമിയിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ ചൂട് കൂടുന്നു അല്ലേ. അതാണ് ആഗോളതാപനം എന്ന് ഉദ്ദേശിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായിച്ചിരിയെല്ലാം തിരഞ്ഞെടുക്കുക. രണ്ടും മൂന്നുമാണ് ശരിയല്ലാത്തത്. ഏതൊക്കെയാണ്? അക്വാറീജിയ ശേഖരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന പാത്രം നന്നായി സീൽ ചെയ്യണം. പിന്നെന്താ? സോഡിയം ക്ലോറൈഡ് NaCl ജലത്തിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ലായനി അമ്ലശീലം കാണിക്കുന്നു. സോഡിയം ക്ലോറൈഡ് ജലത്തിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ലായനി അമ്ലശീലം കാണിക്കുന്നു. ഓപ്ഷൻ C ആണ് ആൻസർ വരിക. ആൽക്കലോയിഡുകളിൽ കാണപ്പെടാൻ സാധ്യതയുള്ള മൂലകങ്ങൾ എന്നതിന് തെറ്റായ ഓപ്ഷൻ ഏതാണ്? ആൽക്കലോയിഡുകളിൽ കാണപ്പെടാൻ സാധ്യതയുള്ള മൂലകങ്ങൾ എന്നതിന് തെറ്റായ ഓപ്ഷൻ ഏതാണ്? ഏതൊക്കെ വരിക? കാർബണും. ഓപ്ഷൻ B ആണ് ആൻസർ വരിക. ആവർത്തന പട്ടികയിൽ ഉപലോഹങ്ങൾ താഴെ പറഞ്ഞ ഏത് ഗ്രൂപ്പുകൾ കാണപ്പെടുന്നു? ഉപലോഹങ്ങൾ ഏത് ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു? ഉപലോഹങ്ങൾ. ആൻസർ ഓപ്ഷൻ D ആണ്. 2ഉം 3ഉം. ഉപലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 13, അതുപോലെ തന്നെ ഗ്രൂപ്പ് 16 എന്താണ്? ഉപലോഹങ്ങൾ അല്ലേ. ഗ്രൂപ്പ് 13ഉം ഗ്രൂപ്പ് 16ഉമാണ് ആവർത്തന പട്ടികയിൽ ഉപലോഹങ്ങൾ വരിക. ഗ്രൂപ്പ് 13ഉം ഗ്രൂപ്പ് 16ഉമാണ് ആവർത്തന പട്ടികയിൽ ഉപലോഹങ്ങൾ വരുന്നത്. ഇനി ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മാക്മില്ലൻ എന്നിവർക്ക് 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. അവർ യഥാക്രമം ഏത് രാജ്യത്ത് ജനിച്ചവരാണ്? അതായത് ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മാക്മില്ലൻ ഏത് രാജ്യക്കാരാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണിത്? ജർമ്മനി, സ്കോട്ട്ലൻഡ്. ചെണ്ട എന്ന വാദ്യോപകരണത്തിന് ചേരാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ചെണ്ട ചേരാത്ത പ്രസ്താവന ഏതൊക്കെയായിരിക്കും? ചെണ്ടയ്ക്ക് ചേരാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിക്കുക. പഞ്ചവാദ്യത്തിൽ പെടുന്നു. ഇതാണ് ചേരാത്ത പ്രസ്താവന. ഓപ്ഷൻ C ആണ് ആൻസർ. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ മാനുവൽ ഫ്രെഡറിക്കായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 72 മ്യൂണിക് ഒളിമ്പിക്സ് വെങ്കലം നേടിയ മാനുവൽ ഫ്രെഡറിക്ക്. മ്യൂണിക് ഒളിമ്പിക്സ് വെങ്കലം നേടിയ മാനുവൽ ഫ്രെഡറിക്ക്.
ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം, അതായത് മലയാളിയാണെന്നുള്ളതും ഹോക്കിയിൽ മെഡൽ നേടിയെന്നുള്ളതുമാണ്. മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ മാനുവൽ ഫെഡറിക്ക് അല്ലേ, അത് മലയാളിയാണ്, ഹോക്കിയിൽ മെഡൽ നേടി. മലയാളിയാണ്, ഹോക്കിയിൽ മെഡൽ നേടി. മലയാളിയാണ്, ഹോക്കിയിൽ മെഡൽ നേടി. 21 ലോകകപ്പ് 2020 ക്രിക്കറ്റ് മത്സര ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. 21 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ശ്രീമതി പി വത്സലയുടെ നെല്ല് എന്താണ്? ഏതാണത്? നെല്ലെന്ന് പറഞ്ഞാൽ എന്താണത്? കവിതാ സമാഹാരമാണോ, കവിതയാണോ, എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണത്? നോവലാണ് അല്ലേ. ശ്രീമതി പി വത്സലയുടെ നെല്ലെന്താണ്? നോവലാണ്. നെല്ലെന്ന് പറഞ്ഞ നോവലാണ് അല്ലേ. എളുപ്പം കവിതയാണെന്ന് തോന്നാം. നോവലാണ് നെല്ല്, വായിക്കാത്തവർക്ക് അല്ലേ. താഴെ പറയുന്നവയിൽ ഏത് സൂചനക്കാണ് വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്തത്? വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്തത് ഏതുമായിട്ടാണെന്ന് അല്ലേ. അതിന് 2ആണ് ഇല്ലാത്തത്. ബാക്കി അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചു എന്നുള്ളതും ആത്മഹത്യാ സംഘം സ്ഥാപിച്ചു, അത് രണ്ടും നമുക്ക് ഏകദേശം അറിയാം അല്ലേ. സിവിൽ വിവാഹ നിയമ നിർമ്മാണ ബില്ല് പാസ്സാക്കൽ മുൻകൈ എടുത്തു. ഇതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന ഇതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ. സി വരുന്നുണ്ട് ആൻസർ. അപ്പം രണ്ടാമത്തതാണ്. ഓക്കെ. അഭിനവ കേരളം ആത്മഹത്യാ സംഘം ആരുടെ വാഗ്ഭടാനന്ദനാണെന്നുള്ളത് മനസ്സിലങ്ങ് ഉറപ്പിക്കുക. അടുത്തത് 21 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കാനിങ് പ്രഭ ബന്ധപ്പെടാത്തത് ഏതാണ്? ഏതാ എൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ഡി ഓൺലി 3 മാത്രം. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ചോദ്യം നോക്കാം ഒന്നുകൂടെ. ബന്ധപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ബന്ധപ്പെടാത്തത് ഏതാണ്? ഗിൽബർട്ട് ബിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻസ്: ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അനി ബെസന്റ് ആയിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബഹദുദ്ദീൻ ദയാബ്ജി ആയിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചിറ്റൂർ ശങ്കരൻ നായർ ആയിരുന്നു. ഗാന്ധിജി ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് 1925 ആയിരുന്നു. ഇതിൽ ഏതാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ് അല്ലേ? 1, 2, 3 ശരി കേട്ടോ. 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ് ചൈനീസ് വിപ്ലവം ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ചൈനീസ് വിപ്ലവം ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻസ്: 1936 മാവോ സെതൂങ് ലോങ് മാർച്ച് നടത്തി. ഡോക്ടർ സൻ യാറ്റ് സെൻ 1911 വിപ്ലവം നയിച്ചു. 1927 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ചൈനയിൽ ആഭ്യന്തര യുദ്ധം കുമിന്താങ്കളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലായിരുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ബാക്കി വരുന്നതൊക്കെ 2ഉം അല്ലേ. ഇത് ശരിയാണ്, 2ഉം ശരിയാണ്, 4ഉം ശരിയായ പ്രസ്താവനകളാണ്. ചൈനീസ് വിപ്ലവമാണെന്ന് ഓർക്കുക കേട്ടോ. ചൈനീസ് വിപ്ലവം ഡോക്ടർ സൺ യാറ്റ് സെൻ 11 വിപ്ലവം നയിച്ചു. ചൈനയിൽ ആഭ്യന്തര യുദ്ധം കുമിന്താങ്കളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ആയിരുന്നു. 2 പോയിന്റുകൾ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. ചൈനീസ് വിപ്ലവം. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാമാണ്? രണ്ടും മാത്രമേ ഉള്ളൂ അല്ലേ. ബോക്സർ യുദ്ധം മാത്രമാണ് തെറ്റായ ജോഡികൾ. ബാക്കി 1-ാം പാനിപ്പറ്റ് യുദ്ധം ഇത് ശരിയാണ് അല്ലേ. ബാബർ ഇബ്രാഹിം തമ്മിൽ ലോധിയുമാണ് പാനിപ്പറ്റ് യുദ്ധം നടക്കുന്നത്. കുളച്ചിത്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമാണ്. ഖണ്വ യുദ്ധമാണ് ബാബർ റാണ സംഘ. ഖണ്വ യുദ്ധം കുറച്ചധികം കേൾക്കാത്ത ഇതാണ്. ഖണ്വ യുദ്ധം ബാബർ റാണ സംഘ. കുളച്ചിൽ നമുക്കറിയാം, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെന്നറിയാം. 1-ാം പാനിപ്പറ്റ് യുദ്ധം ബാബർ ഇബ്രാഹിം ലോധി എന്ന് നമുക്കറിയാം. ഖണ്വ യുദ്ധം എന്താണ്? ബാബറും റാണ സംഘയുമാണ്.
നെക്സ്റ്റ് സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വൈകുണ്ഠസ്വാമിയാണ് ഇവിടെ. വൈകുണ്ഠസ്വാമി. ആൻസർ ഇതാ വരിക. 1, 3, 4 എന്താണ് ശരിയായതാണ്. 1, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. കോവിഡിനുള്ള പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏതാണ്? ഭാരത് ബയോടെക് ആണ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഈസ്റ്റിങ്സ് എന്നാണ്. ലോയസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റാണ്. ലോയസ് സമതലങ്ങൾ കാറ്റാണ്. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് വരിക? 12 മണിക്കൂർ 25 മിനിറ്റ്. അല്ലേ? ഇതൊക്കെ ജോഗ്രഫി പോർഷൻസ് ആണ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാവുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അന്തരീക്ഷ മണ്ഡലമാണ് ചോദിച്ചേക്കുന്നത്. ട്രോപ്പോസ്ഫിയർ. മാർബിൾ ഏതൊരു ശിലകൾക്ക് ഉദാഹരണമാണ്? മാർബിൾ എന്ന് പറയുന്ന ശില ഏതാണ്? മാർബിൾ കയാന്ത്രിത ശിലയാണ്. ബെറിങ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? ബെറിങ് കടലിടുക്ക് ഏതാണ്? ഒയാഷിയോ. ബെറിങ് കടലിടുക്ക് വഴി ഒയാഷിയോ. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല? 1ഉം 2ഉമാണ് ചോദിച്ചിട്ട് കേട്ടോ. ഇത് 2 അല്ല. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഹരിത വിപ്ലവം. ഓപ്ഷൻസ് വായിക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു. ഉയർന്ന ഉൽപ്പാദനം കമ്പോള മിച്ചത്തിനിടയാക്കി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കാർഷിക രംഗത്തുണ്ടായി. ഇതിൽ തെറ്റായി അല്ലേ? ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഹരിത വിപ്ലവം ശരിയായ പ്രസ്താവന ഏതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഇതാ വരിക. 1ഉം 2ഉം 3ഉം എന്താണ്? ശരിയെന്നാണ് അല്ലേ? ഹരിത വിപ്ലവത്തെക്കുറിച്ച് ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരി തന്നെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഓപ്ഷൻസിൽ അതെല്ലാം ശരിയാണ്. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായത് എന്താണ്? പുത്തൻ സാമ്പത്തിക നയം ഉടലെടുക്കുന്നതിന് കാരണമായത് എന്തൊക്കെയാണ്? ഏതാണ്? ഒരു ഉയർന്ന ജനസംഖ്യാ നിരക്ക് പുത്തൻ സാമ്പത്തിക നയം ഉടലെടുക്കുന്നതിന് കാരണമല്ലാതായി തീർന്നിട്ടുണ്ട്. ബാക്കിയല്ലേ? പുത്തൻ സാമ്പത്തിക നയം ഉടലെടുക്കാൻ കാരണമല്ലാത്തത് ഏതാണ്? അപ്പോൾ ഉയർന്ന ജനസംഖ്യാ നിരക്കാണ് കേട്ടോ. അത് കാരണമല്ല എന്നാണ് ആൻസർ. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? അവസാദശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? അവസാദശില. ചുണ്ണാമ്പ് കല്ല്. ഒരു പ്രധാന റാബി വിളയാണ് ഇത്. പൂക്കയില. അന്താരാഷ്ട്ര നാണയനിധിയുടെ IMF ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. IMF IMFൻ്റെ ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ചോദ്യം അല്ലേ? ആരാണ്? ഗീതാ ഗോപിനാഥ്. നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ പറഞ്ഞ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സമൂഹത്തിൽ നിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് അതാണ്. വിവേചനം ചോദിച്ചേക്കുന്ന വിവേചനമാണ് അല്ലേ? 15ാം വകുപ്പ് കേട്ടോ. വിവേചനമാണ് 15ാം വകുപ്പ്. 76-ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? ഏത് വാക്കായിരുന്നു? സോഷ്യലിസ്റ്റ് അല്ലേ? സോഷ്യലിസ്റ്റ് കൂട്ടിച്ചേർത്ത വാക്കാണിത് സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഏത് കമ്മീഷനാണ് നിയമിച്ചത്? സർക്കാരിയ കമ്മീഷൻ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറഞ്ഞ ഏത് പ്രസ്താവന ശരിയായിട്ടുണ്ട്? 44 അനുസരിച്ച് ഏത് പ്രസ്താവന ശരിയുണ്ട്? അന്താരാഷ്ട്ര സമാധാനം സുരക്ഷിതത്വം വളർത്തുക, രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായി സിവിൽ നിയമസംഹിത രൂപീകരിക്കുക, മദ്യനിരോധനം, തുല്യ ജോലിക്ക് തുല്യ വേതനം. ആർട്ടിക്കിൾ 44 ഏതനുസരിക്കുന്നു? ഏതാൻസർ വരിക?
ബി ആണ് കേട്ടോ. രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമസംഹിത രൂപീകരിക്കുക എന്നാണ്. പൊതുവായ സിവിൽ നിയമസംഹിത രൂപീകരിക്കുക എന്നാണ് 44ൻ്റെ ഉത്തരവാദിത്വം. മനസ്സിലായാലും ആർട്ടിക്കിൾ 44 എങ്ങനെയാണ്? സിവിൽ നിയമസംഹിത രൂപീകരിക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ ലിസ്റ്റ് ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ്. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതി. നെക്സ്റ്റ്, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന പ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസിൽ ബന്ധപ്പെട്ടതാണ്? കേശവാനന്ദ ഭാരതി കേസ്. ലോക്സഭ ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഉചിതമായി തിരഞ്ഞെടുത്ത് എഴുതുക. ലോക്സഭയാണ് ചോദിച്ചേക്കുന്നത്. ശരിയായത് ഉചിതമായത് ഏതൊക്കെ? ഓപ്ഷൻസ്: 30-ാം വയസ്സ് പൂർത്തിയാക്കി ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്. ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ലോക്സഭയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്? 2ഉം 4ഉം ശരി അല്ലേ? 2ഉം 4 ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ് അല്ലേ? ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ഇത് രണ്ടും എന്താണ്? ശരി. ലോക്സഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ലോക്സഭ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി അങ്ങ് മനഃപ്പാഠമാക്കുക. കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ ലക്ഷ്യം അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസമാണ്. ഏത് പദ്ധതി അല്ലേ? വിവാഹിതരായ അമ്മമാരുടെയാണ്. ഏത് പദ്ധതിയാണ്? സ്നേഹസ്പർശം. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരിന് അഡ്വക്കേറ്റ് ജനറൽ. ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻസ്: ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്. 2005 പാർലമെൻറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസ്സാക്കിയത്. 1ഉം 2ഉമാണ് ശരിയായ ഓപ്ഷൻസ്. കൈറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ.